ഹലോ ഓൾ ഓഫ് യു. എൻ്റെ പേര് രേവതി എന്നാണ്. ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഇന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ ജോഗ്രഫി പോർഷനാണ്. അപ്പോൾ എന്താ തുടക്കം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ സിമ്പിളായിട്ടുള്ള വാട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. നമുക്കറിയാം വാട്ടർ അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അറിയാം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇല്ലേ, എല്ലാ സസ്യജന്തുജാലങ്ങൾക്കെല്ലാം വെള്ളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിനും കൊടുക്കണം. ഇതിൽ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത്, 1-2 ടേംസ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഫെമിലിയർ അല്ലാണ്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പം നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസും വേണം, അതുപോലെ തന്നെ ആ ഒരു സിമ്പിളായിട്ട് നിങ്ങളിത് ഹാൻഡിൽ ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇറ്റ്സ് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ബേസിക് നെസസിറ്റീസ് ഉണ്ട്, അല്ലേ? നമ്മൾ മനുഷ്യർക്കായാലും ആർക്കായാലും ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് നെസസിറ്റീസ് ഉണ്ട്. അതില്ലാണ്ട് നമുക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ വെള്ളം, വായു എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബേസിക് നെസസിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ്, അത് പിന്നെ മനുഷ്യൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഷെൽട്ടർ, അല്ലേ? അതുപോലെ തന്നെ ക്ലോത്ത്, ഇങ്ങനെ അത് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ് എയർ ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ നോക്കി കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്ന ഒരു പ്രോവർബ് ഉണ്ട്, അല്ലേ? വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രോവർബാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോവർബാണ്. എന്താണ്? പ്യുവർ വാട്ടർ ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് മെഡിസിൻ, അല്ലേ? എന്താണ്? പ്യുവർ വാട്ടർ ഈസ് ദി വേൾഡ്സ് ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഒരുപാട് നമുക്ക് സൗകര്യങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, നിറയെ നല്ല ഷെൽട്ടർ ഉണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ഹെൽത്തി ആയിരിക്കുമോ? ഒരിക്കലുമല്ല, അൺഹെൽത്തി ലൈഫായിരിക്കും നമുക്ക് ഉണ്ടാകും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ബേസിക്കായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോവർബിന് ഇത്രയും ഇമ്പോർട്ടൻസ്. എന്താണ് ആ പ്രോവർബ്? പ്യുവർ വാട്ടർ ഈസ് വേൾഡ്സ് ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് കിടക്കാനുള്ള ഒരു ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കുഞ്ഞൊരു ടോപ്പിക്കാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്. വെള്ളത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന്, അല്ലേ? വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തിൻ്റെ? വാട്ടറിൻ്റെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. വാട്ടർ സൈക്കിൾ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ വാട്ടർ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം ആൻഡ് സർക്കുലേറ്റ് ബിറ്റ്വീൻ ദി ലാൻഡ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഷ്യൻസ്, അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് ദി വാട്ടർ continuously changes its forms and circulate between land, atmosphere and oceans. ഇതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ടർ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നു. എന്ത്? അതിൻ്റെ ഫോം, അതിൻ്റെ രൂപം. വെള്ളത്തിൽ നമുക്കറിയാം ഒരു രൂപം മാത്രമല്ല, അല്ലേ? വെള്ളം എന്താകുന്നുണ്ട്? നമുക്കറിയാം നല്ല സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ എന്താകുന്നു? വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ, അല്ലേ? വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ ആകുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്?
അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. തിരിച്ച് എന്ത് ചെയ്യുന്നു, മഴയായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഈ വാട്ടറിൻ്റെ ഫോം, വാട്ടർ വേപ്പർ എന്ന ഫോം മാറിയിട്ട് നമുക്ക് ലിക്വിഡ് വാട്ടറായിട്ട് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത് വാട്ടർ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം എന്ന് പറയുന്നത്. അതായത് അത് നിൽക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും, ഈ ഒരു പ്രോസസ്സ് എന്താണ് സെഞ്ചുറീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സൂര്യനുള്ള കാലം മുതൽ അല്ലെങ്കിൽ മഴ ലഭിക്കുന്ന കാലം മുതൽ ഈ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, വാട്ടർ അതിൻ്റെ ഫോം, അതിൻ്റെ രൂപം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചേഞ്ച് ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്, ഇത് എങ്ങോട്ടൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. ലാൻഡ് അല്ലേ, കര എന്നാണ് ഇവിടെ ലാൻഡ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓഷ്യൻ. സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡീസിലെ വെള്ളത്തിൽ സൂര്യൻ്റെ ചൂട് ഇങ്ങനെ നല്ല രീതിയിൽ എടുക്കുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുന്നു, വാട്ടർ ബിക്കെയിംസ് വാട്ടർ വേപ്പർ അല്ലേ. വാട്ടർ വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് സൂര്യപ്രകാശം വന്നടിക്കുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ, നീരാവിയായിട്ട് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഈ നീരാവി എന്ത് ചെയ്യുന്നു, തണുത്തുറഞ്ഞു കണ്ടൻസേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് വീണ്ടും കിട്ടുന്നു. പിന്നെയും ഈ വാട്ടർ ബോഡിയിൽ നിന്നും സൂര്യൻ എന്ത് ചെയ്യുന്നു, സൂര്യൻ്റെ ചൂടിൽ ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പറായിട്ട് അന്തരീക്ഷത്തിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു, പിന്നെയും കണ്ടൻസേറ്റ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മഴയായിട്ട് നമുക്ക് കിട്ടുന്നു അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ഈ കിട്ടുന്ന മഴ എന്ന് പറയുന്നത് പുതിയതായിട്ട് എങ്ങും വരുന്നതല്ല. നമ്മുടെ ഈ കിട്ടുന്ന മഴയായാലും എല്ലാം തന്നെ എന്താണ്, സെഞ്ചുറീസ് ആയിട്ട് നമ്മുടെ ഈ വാട്ടർ ബോഡീസിലുള്ള വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, ഈ സെയിം പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണ്, പുതിയതായിട്ട് നമുക്ക് ഇന്നും കിട്ടുന്നതല്ല. നമ്മുടെ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന വെള്ളം തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരു ഡെഫിനിഷൻ തന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞത് അല്ലേ. എന്തൊക്കെ ടേംസാണ് പറഞ്ഞതെന്നറിയോ, 3 ടേംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ട് തോന്നുന്ന 3 ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു, ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു, പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു. ഈ 3 ടേംസും ആണ് ഈ വാട്ടർ സൈക്കിളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇവാപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സൂര്യൻ്റെ ചൂടേറ്റ് ഇവാപ്പറേറ്റ് വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു, വാട്ടർ വേപ്പറായിട്ട് മാറുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഇവാപ്പറേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ജസ്റ്റ് വിപരീതമാണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. പേര് കേട്ട് ആരും പേടിക്കണ്ട, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവാപ്പറേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു. എന്നാൽ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ടല്ലോ, അത് ലിക്വിഡ് ആയിട്ട് മാറുന്നു. അതാണ് കണ്ടൻസേഷൻ. മലയാളത്തിൽ ഖനീഭവിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ വാട്ടർ വേപ്പർ ആകുന്നതാണ് ഇവാപ്പറേഷൻ. വാട്ടർ വേപ്പേഴ്സ് ലിക്വിഡ് വാട്ടർ ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വളരെ സിമ്പിളാണ്. പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഫോമിലുള്ളത് അല്ലെങ്കിൽ ഫ്രോസൺ ഏതെങ്കിലും ഒരു ഫോമിലുള്ളത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോൾ ബാക്ക് ടു എർത്ത്. ഇതാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മഴയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഫോംസ് എന്ത് ചെയ്യുന്നു, മഴയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ സ്ലീറ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. സ്ലീറ്റ് എന്താണ്, ഈ ആലിപ്പഴം എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ, ആലിപ്പഴം വീണു ഇന്ന സ്ഥലത്ത് ആലിപ്പഴം പെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതാണ് സ്ലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് ചെയ്യുന്നു, മീൻസ് നമ്മുടെ വാട്ടർ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറുന്നതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, എർത്തിലേക്ക് ഭൂമിയിലേക്ക് ഈ വെള്ളം പതിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സൂര്യൻ്റെ ഒക്കെ ചൂടേറ്റിട്ട് ഈ വാട്ടർ ബോഡീസിലുള്ള ഇല്ലേ, നമുക്ക് പോൺസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്, ലേക്സ് ഉണ്ട് അല്ലേ, ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്, ഒരുപാട് ജലാശയങ്ങൾ നമുക്കുണ്ട്. ഈ ജലാശയത്തിലുള്ള ഒക്കെ ഈ ജലം അല്ലെങ്കിൽ ഈ വെള്ളം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, സൂര്യൻ്റെ ചൂടിൽ
പോകുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ് ഇവാപ്പറേഷൻ.